റിപ്പോ നിരക്കിൽ മാറ്റമില്ല. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തി RBI. രാജ്യത്തെ പണപ്പെരുപ്പത്തിന്റെ നിരക്ക് 2025-2026 സാമ്പത്തിക വർഷം 2.1% മാത്രമായി പിടിച്ചു നിർത്താൻ ആയെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള ഇടപെടലുകൾ കാര്യക്ഷമമായി എന്നതിന്റെ സൂചന കൂടിയാണ് താഴ്ന്ന നിരക്കെന്നും RBI ഗവർണർ വ്യക്തമാക്കി. 3 ദിവസമായി തുടർന്ന മോണിറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം. വിവരങ്ങളുമായി ഐസൻ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഐസൻ, നോക്കൂ, അതായത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള ആ ഇടപെടലുകൾ വർക്കൗട്ടായി എന്നതിന്റെ സൂചനയാണ് ഈ താഴ്ന്ന റിപ്പോ നിരക്ക്. എന്തൊക്കെയാണ് ഈ RBI ഗവർണർ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഐസൻ. അശ്വതി, ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇത്തവണയും റിപ്പോ നിരക്ക് 5.25% നിലനിർത്തുന്നു എന്നതാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ റിപ്പോ നിരക്കിൽ കുറച്ച് കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അത് 5.25 ഏറ്റവും കുറയ്ക്കുകയും അത് തുടരുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകം. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ അശ്വതി സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ പണപ്പെരുപ്പ് നിരക്ക് 2.1 അതായത് ഇന്ന് വരെയുള്ള ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ന് വരെയുള്ള അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2.1 പണപ്പെരുപ്പ് നിരക്ക് എന്നതും ഏറ്റവും നിർണായകമായൊരു ഘടകമാണ്. മാത്രമല്ല, ഈ വർഷം പ്രതീക്ഷിക്കുന്ന പണപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത് 3.2% പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നും RBI ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. അത് ഓവറോൾ പ്രൈസാണ് ഇപ്പോൾ പറഞ്ഞത് എങ്കിൽ റിപ്പോ നിരക്ക് 5.25% നിലനിർത്തിയിരിക്കുകയാണ് RBI. എങ്ങനെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്? എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ പിന്തുണച്ചത്? ഐസൻ. തീർച്ചയായും അശ്വതി, 5.25% റിപ്പോ നിരക്ക് നിലനിർത്തുന്നതിന് നിരവധിയായ നീക്കങ്ങൾ, അതായത് പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കമാണ് പ്രധാനമായും നടന്നത്. അതും ഫലം കണ്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2.1 നിലവിലെ പണപ്പെരുപ്പ് നിരക്ക്. ഇനി പണപ്പെരുപ്പ് നിരക്ക് പൂർണ്ണമായും ഇത് അവസാനിക്കുന്ന ഈ സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന പണപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത് 3.2 പണപ്പെരുപ്പ് നിരക്ക് 2%-നും 6%-നും ഇടയിൽ പിടിച്ചു നിർത്തുക എന്ന കൃത്യമായൊരു ലക്ഷ്യമാണ് RBI മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായി നേടാൻ സാധിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോ നിരക്കിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം അതുതന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നിലവിലെ രാജ്യത്തിൻ്റെ GDP വളർച്ചയുടെ കണക്കുകൾ, ഇന്ന് വരെയുള്ള GDP വളർച്ചയുടെ കണക്കുകളും ലഭ്യമാകുന്നുണ്ട്. പ്രാഥമികമായി ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് 7.4% വളർച്ചയാണ് നടപ്പ് സാമ്പത്തിക വർഷം നേടിയിരിക്കുന്നത്. അന്തിമമായ കണക്കുകൾ വരുമ്പോൾ കൃത്യമായ കണക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 6.9 മുതൽ 7% വരെയാണ് വരുന്ന ക്വാർട്ടറിലും രണ്ടാമത്തെ ക്വാർട്ടറിലും, അതായത് അടുത്ത 2 പാദവർഷങ്ങളിൽ അടുത്ത വർഷം ആദ്യ ക്വാർട്ടറിലും രണ്ടാമത്തെ ക്വാർട്ടറിലും GDP വളർച്ച പ്രതീക്ഷിക്കുന്നത് 6.9%-ഉം 7%-ഉമാണ് എന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ 7.4% വളർച്ച നേടാൻ സാധിച്ചു എന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സാമ്പത്തിക സർവേയുടെ റിപ്പോർട്ട് ഇപ്പോൾ നിലവിലെ അടുത്ത വർഷത്തെ ഫോർകാസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 6.8%-ഉം 7.2%-ഉമായിരുന്നു എന്നെങ്കിൽ അല്പം മാറ്റം ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നതാണ് പുതിയൊരു റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി. വിവരങ്ങൾ വ്യക്തമാണ്.